ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റോഫ്. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ബ്രെഡ് പക്കവടയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഇഫ്താറിന് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിഡ്ലൻ റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. നമുക്ക് ഇതിനായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ കടലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. കടലമാവാണ് നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പത്തിരിയും അതുപോലെ ഇടിയപ്പവും എല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം ഇതിലോട്ടായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കേണ്ടവർക്ക് അത് ഉപയോഗിച്ചാലും മതിയാവും. ഞാനിവിടെ എരിവുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആക്കി എടുക്കാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങിനെ ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടി ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കാണുന്ന രീതിയിൽ വേണം നമ്മളതിനെ അരിഞ്ഞെടുക്കാനായിട്ട്. അടുത്തത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. ഈ കാണുന്ന രീതിയിലാണ് ഞാൻ നുറുക്കിയെടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് കൈകൊണ്ട് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയില ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 6 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയെ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകാണ് ഞാൻ ഇതിലോട്ടായിട്ട് നുറുക്കിയെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതെല്ലാം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിലൊന്ന് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കറക്റ്റ് മെഷർമെൻറ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ കാണുന്ന രീതിയിൽ ഒരു ഒറ്റയടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് വേണം നമ്മൾ ഇതിലോട്ടായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. കാരണം നമ്മൾ ഇതിലോട്ട് പൊട്ടറ്റോയും അതുപോലെ തന്നെ ഒണിയനും എല്ലാം സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്തതാണല്ലോ. അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ വെള്ളം കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ഇതിലോട്ടായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ. തിക്ക് ബാറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. ഓക്കെ, ഈ ഒരു പരുവത്തിലുള്ള മാവാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായി കിട്ടണം. എന്നാലേ നമുക്കിത് നല്ലൊരു കോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ സമയം തന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ബ്രെഡ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ കാണുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ പീസായിട്ട് 2 പീസായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതാ ഈ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയാവും കേട്ടോ നമ്മുടെ പക്കവട കാണാനായിട്ട്. അപ്പോൾ നമുക്കിത് ഈ കാണുന്ന രീതിയിൽ ഇവിടെ മുറിച്ചെടുത്ത് എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ നന്നായിട്ട് ചൂടായ ഒരു ചട്ടിയിലോട്ട് ഈ കാണുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. ആദ്യം നമ്മൾ ബ്രെഡ് ഈ മാവിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് ഇതിലോട്ട് അപ്പം തന്നെ ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാൽ ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് എണ്ണ ഒന്നും കടക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. ഇനി നമുക്കിതിനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. എന്നാൽ നമുക്കിതിൻ്റെ 2 ഭാഗവും ഒരേ നല്ലൊരു കളറിലായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഭാഗം ഒന്ന് കുറച്ച് വേവിച്ചെടുക്കുക, എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. ആ രീതിയിൽ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലൊരു കളർഫുള്ളായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ബ്രെഡ് പക്കോട ഉണ്ടാക്കിയെടുക്കേണ്ടത്.
എന്നാൽ ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇതേ രീതിയിൽ തന്നെ മുഴുവനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ രീതിയിൽ വേണം നിങ്ങൾ ഇട്ടുകൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് മാവ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൽ തന്നെ ഈ എണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആ രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഫ്ലെയിമിൽ നല്ല ചൂടോടുകൂടി വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നാലേ നമുക്കിതിൻ്റെ ഉൾഭാഗത്തോട്ട് എണ്ണയൊന്നും കടക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ബ്രെഡ് പക്കോട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് നമുക്ക് ഇഫ്താർ സമയത്ത് നല്ല ചൂടോടുകൂടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കണേ. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കവട ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്